സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധതരം ഓർഡർ ടൈപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ പ്ലേലിസ്റ്റിലെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് കവർ ഓർഡറിനെ കുറിച്ചിട്ടാണ്. എന്താണ് കവർഡ് ഓർഡർ, എങ്ങനെ നമുക്ക് കവർ ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. കവർ ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. ട്രേഡിലേക്ക് എൻ്റർ ചെയ്ത് ആ എൻ്റർ ആയ സ്പോട്ടിൽ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡറും പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ എൻ്റർ ചെയ്തൊരു പൊസിഷൻസിൽ പോയിട്ട് അത് എക്സിറ്റ് ചെയ്തിട്ട് ഒരു എക്സിറ്റ് ഓർഡർ കൊടുത്തിട്ട് അതൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ആക്കി പ്ലേസ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമുക്കൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഓർഡറാണ് കവർ ഓർഡർ. അപ്പോൾ എങ്ങനെ നമുക്കൊരു കവർ ഓർഡർ പ്ലേസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഞാനിതാ ഇവിടെ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിന്ന് ഇൻഫോസിസിൻ്റെ ഒരു സ്റ്റോക്കിനെ ബൈ ചെയ്യാനായിട്ട് വരികയാണ്. ഇൻഫോസിസിൻ്റെ ഒരു സ്റ്റോക്കിനെ ഞാൻ ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും, കവർ ഓർഡർ. റെഗുലർ, MTF, ഐസ്ബർഗ്, തൊട്ടപ്പുറത്ത് കാണാൻ പറ്റും കവർ ഓർഡർ. അപ്പോൾ ഇങ്ങനെ കവർ ഓർഡർ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇൻഫോസിസ് സ്റ്റോക്ക് ബൈ ചെയ്യാനായിട്ട് പോവാണ്. ഒന്നെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. എനിവേ ഞാൻ മാർക്കറ്റ് പ്രൈസിലാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 1501 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1501 രൂപയ്ക്ക് ഞാൻ ഈ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്ന സമയത്ത് 1500 രൂപയ്ക്ക് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രിഗറിൻ്റെ അവിടെ 1500 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1501 രൂപ 60 പൈസയ്ക്ക് സ്റ്റോക്ക് വാങ്ങുന്നു. അതിന് 1500 രൂപയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസും കൂടെ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേസ്ഡ് ആയിക്കോളും. നമ്മൾ സെപ്പറേറ്റ് പ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിവിടെ മാർക്കറ്റ് പ്രൈസിൽ ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ബൈ കൊടുത്തു. എൻ്റെ ഓർഡർ അവിടെ കംപ്ലീറ്റ് ആയി. എൻ്റെ ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, എക്സിക്യൂട്ടഡ് ഓർഡർ. ഞാനിപ്പോൾ ബൈ ചെയ്ത ഇൻഫോസിസിൻ്റെ ഓർഡർ അവിടെ കംപ്ലീറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. മാത്രമല്ല ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. 1500 സമയത്ത് നമുക്ക് ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ ട്രിഗർ ആയിക്കോളും. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കവർ ഓർഡർ യൂസ് ചെയ്യാം. ദെൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഇട്ടുവെച്ച കവർ ഓർഡർ മോഡിഫൈ ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ മോഡിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് വെച്ചിട്ടുള്ള കവർ ഓർഡറിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. 1500 എനിക്ക് കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ മതി, ഒരു 1495 മതി. അങ്ങനെയാണെങ്കിൽ അവിടെ 1495 എന്ന് കൊടുക്കാം. ദെൻ മോഡിഫൈ കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കണ്ടോ 1495 നമ്മുടെ ഓർഡർ ട്രിഗർ ആവുള്ളൂ. ദെൻ മോഡിഫൈ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രിഗർ പ്രൈസാണ് 1495. വേണമെങ്കിൽ ഒരു ലിമിറ്റ് പ്രൈസ് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ മാക്സിമം 1480 വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ് പ്രൈസ് 1490 എന്ന് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്, മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് 1495 നമ്മുടെ ഓർഡർ ട്രിഗർ ആവും. then ഒരിക്കലും 1480 താഴെ പോയിട്ട് ഓർഡർ എക്സിക്യൂട്ട് ആവില്ല. അപ്പോൾ അവിടെ ഒരു റേഞ്ച് ഉണ്ടല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ട്രിഗർ പ്രൈസ് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് ഇനി ഒരു ഷോർട്ട് സെല്ലിംഗ് ഓർഡർ കവർ ഓർഡർ വെച്ചിട്ടൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം. എൻ്റെ പൊസിഷനിൽ ഇൻഫോസിസിൻ്റെ ഒരു സ്റ്റോക്ക് ഉണ്ട്. ഞാൻ ഇനി മറ്റൊരു സ്റ്റോക്കിനെ ജസ്റ്റ് ഒന്ന് സെല്ല് ചെയ്യാനായിട്ട് വരികയാണ്. ONGC ഞാൻ സെല്ല് ചെയ്യാനുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ദെൻ കവർ ഓർഡറാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഞാനിവിടെ സെല്ല് ചെയ്യാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എൻ്റർ ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് ആയിട്ടുള്ള 233 രൂപ 86 പൈസയിലാണ് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ചൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ ഹയർ പ്രൈസ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. എനിവേ ഞാൻ മാർക്കറ്റ് പ്രൈസിലാണ് സെല്ല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ സെല്ല് ചെയ്ത പൊസിഷനിൽ നിന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരണം, എന്നാലാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടുക. മുകളിലേക്ക് പോകുന്തോറും ലോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ 233 രൂപക്ക് സെല്ല് ചെയ്ത ഈ പൊസിഷൻ്റെ വില കൂടി ഒരു 235 എത്തുകയാണെങ്കിൽ എനിക്ക് ലോസ് ആയി വരും. മാക്സിമം ലോസ് ഒരു 235 വരെ ലോസ് സഹിക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ലോസ് ട്രിഗറിൻ്റെ അവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറിൻ്റെ അവിടെ 235 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ സെല്ല് കൊടുക്കുന്നു. മാർക്കറ്റ് പ്രൈസിൽ എൻ്റെ ഓർഡർ എക്സിക്യൂട്ടായി. ഓർഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതാ ONGCൻ്റെ ഒരു സ്റ്റോക്ക് എക്സിക്യൂട്ടഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ സെല്ല് ചെയ്ത പൊസിഷൻ അതിനെന്തുണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും ഇവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. പൊസിഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കവർ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ പ്രൊഡക്റ്റ് ആണ്, ഒരു ഇക്വിറ്റി ഇൻട്രാഡേ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വിറ്റി സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ കവർ ഓർഡർ യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും നമുക്ക് വേണമെങ്കിൽ കവർ ഓർഡറും ടാർഗറ്റ് ഓർഡറും സ്റ്റോപ്പ് ലോസ് ഓർഡറും ഒക്കെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് നമുക്ക് GTT ഓർഡർ ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ എങ്ങനെ GTT ഓർഡർ പ്ലേസ് ചെയ്യാം, GTT ഓർഡർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കവർ ഓർഡർ എന്താണെന്നും കവർ ഓർഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്കൊരു ട്രേഡിൽ എൻ്റർ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡറും കൂടെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.